നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. വി.ഡി. സതീശൻ സർക്കാർ ഇന്നലെയാണ് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. മുഖ്യമന്ത്രി അടക്കം 21 മന്ത്രിമാർ. പക്ഷേ വകുപ്പുകൾ സംബന്ധിച്ച് ഇപ്പോഴും ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ഇന്നലെ തന്നെ വിജ്ഞാപനം ഇറങ്ങുമെന്നായിരുന്നു സതീശൻ കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ സംഭവിച്ചിട്ടില്ല. ഫിഷറീസ് അടക്കമുള്ള ചില വകുപ്പുകളിൽ ഇപ്പോഴും ആശയക്കുഴപ്പമുണ്ട്. ലീഗ് ഫിഷറീസ് വേണമെന്ന് ആവശ്യപ്പെടുന്നു. കാരണം അവരുടെ ഉന്നത വിദ്യാഭ്യാസം കോൺഗ്രസ് ഏറ്റെടുത്തു. അപ്പോൾ ഫിഷറീസ് അവർക്ക് വേണമെന്ന് പറയുന്നു. പക്ഷേ കോൺഗ്രസിന് ഫിഷറീസ് വിട്ടു നൽകാൻ താല്പര്യമില്ല. അവരുടെ ചില മന്ത്രിമാരിൽ ഒരാൾക്ക് ഫിഷറീസ് നൽകണമെന്ന് താല്പര്യമാണ് ഉള്ളതെന്ന് മനസ്സിലാകുന്നു. ഏതായാലും കാര്യങ്ങൾ ഇന്ന് പരിഹരിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒപ്പം യുദ്ധം ഇറാനുമായി ഉടൻ ഉണ്ടാകില്ല എന്ന പ്രഖ്യാപനം ട്രംപ് നടത്തുന്നു. ഇന്ന് 19-ാം തീയതി ഈ കരാർ കാലാവധിയൊക്കെ തീരുകയായിരുന്നു. ഒരുപക്ഷെ ഇന്ന് അമേരിക്ക അറ്റാക്ക് ചെയ്യും എന്നുള്ള മുന്നറിയിപ്പുകളൊക്കെ വന്നതിനിടയ്ക്കാണ് ഇത്തരമൊരു തീരുമാനം വരുന്നത്. മറ്റു ചില വ്യവസ്ഥകൾ കൂടി ചർച്ചകളുമായി ബന്ധപ്പെട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇതടക്കം നിരവധി വാർത്തകളിലേക്ക് പോകണം. ആദ്യം തലക്കെട്ടുകൾ. വി.ഡി.എസ് സർക്കാരിലെ മന്ത്രിമാരുടെ വകുപ്പുകളിൽ ഇനിയും വിജ്ഞാപനമായില്ല. യു.ഡി.എഫ് പൂർണ്ണമായും ധാരണയിലെത്തിയില്ലെന്ന് സൂചന. ഫിഷറീസ് വകുപ്പ് ലീഗിന് നൽകുന്നതിൽ കോൺഗ്രസിൽ അതൃപ്തി. നവകേരള സദസ്സിനിടയിലെ മർദ്ദനം അന്വേഷിക്കുന്നതിൽ പ്രത്യേക സംഘത്തെ ഇന്ന് രൂപീകരിച്ചേക്കും. പുനരന്വേഷണ ഉത്തരവ് ഇന്ന് ഇറക്കും. സംസ്ഥാനത്ത് മഴ കനക്കും. ഇന്ന് 9 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ധനവിലയിൽ വീണ്ടും വർധനവ്. പെട്രോളിനും ഡീസലിനും 90 പൈസ കൂട്ടി. വില വർധന ഒരാഴ്ചക്കിടെ രണ്ടാം തവണ. വർധന പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ. ഇറാനിലേക്കുള്ള ആക്രമണം തൽക്കാലം നിർത്തി എന്ന് അമേരിക്ക. ഖത്തറിന്റെയും സൗദിയുടെയും അഭ്യർത്ഥന മാനിച്ച് തീരുമാനമെന്ന് ട്രംപ്. സൗദിയിൽ സേനാവിന്യാസം ഒരുക്കി പാകിസ്ഥാൻ. 8000 സൈനികരെ വിന്യസിച്ചു. പാക് സ്ക്വാഡൺ വിമാനങ്ങളും സൗദിയിൽ. അമേരിക്കയിലെ സാന്റിയാഗോയിൽ ഇസ്ലാമിക് സെന്ററിൽ വെടിവെപ്പ്. 3 പേർ കൊല്ലപ്പെട്ടു. 2 അക്രമികളും മരിച്ച നിലയിൽ. പുതിയ മന്ത്രിസഭ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെ അധികാരമേറ്റു. വലിയ ആവേശകരമായ ചടങ്ങായിരുന്നു. എല്ലാ പ്രശ്നങ്ങളും വളരെ വേഗം പരിഹരിക്കുമെന്ന് സതീശൻ പറഞ്ഞു. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ വിഭജനത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വകുപ്പുകൾ സംബന്ധിച്ചുള്ള പട്ടിക ഇതുവരെ ഗവർണർക്ക് കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചില വകുപ്പുകളുടെ കാര്യത്തിൽ തർക്കം തുടരുന്നതാണ് ഇതിന് കാരണം. ഉന്നത വിദ്യാഭ്യാസം ലീഗ് വിട്ടു നൽകിയിരുന്നു, നമ്മളത് കണ്ടതാണ്. അതിന് പകരം ഫിഷറീസ് വേണമെന്ന ആവശ്യം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ ലീഗ് മന്ത്രിക്ക് ഫിഷറീസ് നൽകുന്നതിൽ ലത്തീൻ സഭാ നേതൃത്വം എതിരാണ്. ഇന്ന് തന്നെ വിഭജനം പൂർത്തിയാക്കി വിജ്ഞാപനം ഇറക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. അരുണ്, ചെറിയ ചില അസ്വാരസ്യങ്ങളുണ്ട് ഈ വകുപ്പ് വിഭജനവുമായി ബന്ധപ്പെട്ട്. അതിപ്പോൾ ഫിഷറീസിൽ തട്ടി മാത്രമാണോ ഈ പ്രശ്നമുള്ളത്? മറ്റെന്തെങ്കിലും വിഷയമുണ്ടോ? ഇപ്പോൾ ഇന്നലെ ലിജുവിന് സഹകരണ വകുപ്പ് എന്ന് മിനിഞ്ഞാന്ന് കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ ഇന്നലെ നമുക്ക് മനസ്സിലാക്കേണ്ട സഹകരണം PC വിഷ്ണുനാഥ് നൽകി എന്നുള്ളതാണ്. അങ്ങനെ കോൺഗ്രസ് ഇടയിൽ തന്നെ ഇത്തരം കാര്യങ്ങളിൽ ആശയക്കുഴപ്പമോ പരിഹരിക്കാനാവാത്ത വിധം പ്രശ്നങ്ങളോ ഉണ്ടോ? ചില പ്രശ്നങ്ങളുണ്ട്. പ്രത്യേകിച്ചും അത് ഫിഷറീസ് വകുപ്പിലാണ്. ഫിഷറീസ് മുസ്ലിം ലീഗിന് വേണമെന്ന നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെ തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നു. അതിന് ഉന്നത വിദ്യാഭ്യാസം വിട്ടു നൽകുമ്പോൾ ഫിഷറീസ് വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. പക്ഷേ അതിൽ മറ്റൊരു തടസ്സം കൂടി കോൺഗ്രസിനും സർക്കാരിനും മുന്നിലുള്ളത്. ലത്തീൻ സഭ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു. പ്രത്യേകിച്ച് വിൻസെന്റിനെ ഉൾപ്പെടെ ആ സമുദായത്തിൽ നിന്ന് ആരെയും കോൺഗ്രസ് മന്ത്രിമാരാക്കിയില്ല. ഷിബു ബേബി സമുദായ അംഗമാണ്. പക്ഷേ കോൺഗ്രസ് ആരെയും മന്ത്രിമാരാക്കിയില്ല എന്നതിൽ ലത്തീൻ സഭയ്ക്ക് കടുത്ത അതൃപ്തിയുണ്ട്. അത് പരിഹരിക്കാൻ ഇന്നലെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ലത്തീൻ സഭ ആസ്ഥാനത്തെത്തി. പരിഭവങ്ങൾ മാറുന്നുവെന്ന് അവർ യൂജിൻ പെരേര അടക്കമുള്ളവർ പറയുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ഇന്നലെയും ലത്തീൻ സഭ ആവശ്യപ്പെട്ടത് ഫിഷറീസ് വകുപ്പ് ക്രൈസ്തവ സമുദായത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് ഈ ലത്തീൻ സമുദായത്തിൽ നിന്നുള്ള ഒരാൾക്ക് തന്നെ ആ വകുപ്പിന്റെ ചുമതല നൽകണമെന്ന ആവശ്യം. അതോടുകൂടിയാണ് വീണ്ടും ഒരു ആശയക്കുഴപ്പം ഉണ്ടായത്. ഇന്നലെ മന്ത്രിസഭാ യോഗം കഴിഞ്ഞാലുടൻ പട്ടിക ഗവർണർക്ക് കൈമാറും. രാത്രിയോടുകൂടി ഗസറ്റ് വിജ്ഞാപനം ഇറങ്ങുമെന്നതായിരുന്നു ധാരണ. പക്ഷേ അതുണ്ടായില്ല. അതിനു പകരം
അത് വൈകുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തീരുമാനമുണ്ടാകുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ഗവർണർ തലസ്ഥാനത്തില്ല. അദ്ദേഹം തൃശ്ശൂരിൽ ആണ് അദ്ദേഹത്തിന്റെ പരിപാടി. അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപക്ഷെ വൈകിയേക്കാം. ഏതായാലും അത് മാത്രമല്ല, കൃഷി വകുപ്പ് ലഭിച്ച ടി സിദ്ദിഖിന് അതിനോട് വലിയ താല്പര്യമില്ലെന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. സിദ്ദിഖ് മറ്റേതെങ്കിലും വകുപ്പ് വേണമെന്ന ആവശ്യമാണ് ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്നത്. സഹകരണവും അതുപോലെ തന്നെ വിഷ്ണുനാഥ് ലഭിച്ച വകുപ്പുകളിൽ സഹകരണത്തിനൊപ്പം സാംസ്കാരികം, സിനിമ വകുപ്പുകളും ഒക്കെ ഉണ്ട്. അതിൽ കാര്യമായ മാറ്റത്തിന് ഇനി ഇടയില്ല. കേരള കോൺഗ്രസിനും ചില ആവശ്യങ്ങളും തർക്കങ്ങളും ബാക്കിയുണ്ട്. ജലവിഭവ വകുപ്പാണ് അവർക്ക് പ്രധാനമായും ലഭിച്ചിരിക്കുന്നത്. രജിസ്ട്രേഷൻ കൂടി വേണമെന്നൊരു ആവശ്യം അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ ഇന്നത്തോടുകൂടി പരിഹരിക്കാമെന്നാണ് മുഖ്യമന്ത്രിയുടെ പ്രതീക്ഷ. പക്ഷേ ഈ ഫിഷറീസ് വകുപ്പിന്റെ കാര്യത്തിൽ എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത ഉണ്ടായിട്ടില്ല. ഇന്നലെ രാത്രി വൈകിയും അതിന്റെ ചർച്ചകളിലായിരുന്നു മുഖ്യമന്ത്രി. അതാണ് സാഹചര്യം. ഏതായാലും കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇനിയും ചില ലീഗ് കോൺഗ്രസ് മന്ത്രിമാർ, ഇപ്പോൾ നമ്മൾ ആദ്യം കണ്ടതാണ് കെ മുരളീധരന് ആരോഗ്യത്തിന് വരെ വൈദ്യുതി കൊടുക്കുന്നു, മുരളീധരൻ അസംതൃപ്തി പ്രകടിപ്പിക്കുന്നു. അതിനുശേഷം ആരോഗ്യത്തിലേക്ക് തന്നെ മുരളീധരന് കൊടുക്കാമെന്ന് പറഞ്ഞ് അനുനയിപ്പിക്കുന്നു. ഇപ്പോൾ സിദ്ദിഖിൻ്റെ കാര്യം വരുമ്പോൾ സിദ്ദിഖിന് കൃഷി വേണ്ട എന്നുള്ള ആഗ്രഹമാണ്. വയനാട്ടിൽ നിന്നുള്ള MLA ആണ് സിദ്ദിഖ്. അത് കൃഷിയുമായി എത്രത്തോളം അതിന് ബന്ധമുണ്ട് എന്നൊക്കെയുള്ള ചോദ്യമായിരിക്കാം ഒരു പക്ഷേ. മറ്റ് പ്രധാനപ്പെട്ട വകുപ്പുകൾ സിദ്ദിഖ് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് വേണം VD സതീശന് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മന്ത്രിമാരായി, ഓഫീസായി, വാഹനമായി വകുപ്പുകളുടെ കാര്യത്തിൽ ഏത് വകുപ്പ് എന്ന കാര്യത്തിൽ ഇപ്പോഴും ആശയക്കുഴപ്പവും അനിശ്ചിതത്വവും നിലനിൽക്കുന്നുണ്ട് അരുൺ, അല്ലേ? തീർച്ചയായിട്ടും വകുപ്പുകളുടെ കാര്യത്തിൽ ഇപ്പോഴും ഇത്തരത്തിലൊരു ആശയക്കുഴപ്പമുണ്ട്. ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഈ വകുപ്പ് വിഭജനം വ്യക്തമായിക്കൊണ്ടുള്ള ഗസറ്റ് വിജ്ഞാപനം വൈകുന്നത്. ഇന്നുകൊണ്ട് പ്രശ്നം പരിഹരിക്കാമെന്ന ഒരു പ്രതീക്ഷ മുഖ്യമന്ത്രി ഓഫീസ് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എത്രത്തോളം അത് വേഗത്തിൽ നടക്കുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്. ബാക്കി ഏതാണ്ട് എല്ലാ വകുപ്പുകളുടെയും വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞു മന്ത്രിമാരുടെ കാര്യത്തിൽ. പക്ഷെ മന്ത്രിമാർക്ക് ഈ വകുപ്പുകളുടെ ഭരണം തുടങ്ങണമെങ്കിൽ സ്വാഭാവികമായും ഗസറ്റ് വിജ്ഞാപനം വന്ന് അത് ഔദ്യോഗികമാകണം. ഓരോ വകുപ്പ് മാർക്ക് എന്ന കാര്യത്തിൽ വ്യക്തത വേണം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലെ ഏകദേശ ധാരണ അനുസരിച്ച് VD സതീശൻ മുഖ്യമന്ത്രി ധനവും പൊതുഭരണവും നിയമവും തുറമുഖവും INPRDയും എന്ന വകുപ്പുകളാണ് VD സതീശനുള്ളത്. രമേശ് ചെന്നിത്തലയ്ക്ക് ആഭ്യന്തര വിജിലൻസ് വകുപ്പുകളുണ്ട്. വൈദ്യുതിയാണ് AP അനിൽകുമാർ. അനിൽകുമാറിന് വൈദ്യുതിക്കൊപ്പം മറ്റേത് വകുപ്പാണ് ലഭിക്കുന്ന കാര്യത്തിലും വ്യക്തത വരേണ്ടതുണ്ട്. PC വിഷ്ണുനാഥിനെ സഹകരണം, സാംസ്കാരികം, സിനിമ. സഹകരണം നേരത്തെ UDF ഭരിക്കുമ്പോൾ CMBക്ക് നൽകിയിരുന്ന വകുപ്പാണ്. CMB ഇത്തവണ അതിനുവേണ്ടി ശക്തമായ ആവശ്യം ഉന്നയിച്ചു. പക്ഷെ കോൺഗ്രസ് അത് വിട്ടുകൊടുത്തില്ല. അവർ തന്നെ അത് ഏറ്റെടുക്കുകയായിരുന്നു. M ലിജുവിന് എക്സൈസ് ആണ്. അതിനൊപ്പം ചില വകുപ്പുകളുണ്ട് അദ്ദേഹത്തിനും കിട്ടേണ്ടതുണ്ട്. റോജി M ജോൺ ഉന്നത വിദ്യാഭ്യാസമാണ് പ്രധാനമായും ഉള്ളത്. സണ്ണി ജോസഫ് റവന്യൂ വകുപ്പ് മന്ത്രിയാകും. K മുരളീധരൻ ആരോഗ്യ ദേവസ്വം. അദ്ദേഹത്തിന് നേരത്തെ വൈദ്യുതി വലിയ പ്രതിഷേധം അറിയിച്ചു. ചുമതല ഏറ്റെടുക്കാനില്ല എന്ന നിലപാടൊക്കെ ഒരു ഘട്ടത്തിൽ സ്വീകരിച്ചതാണ്. അതുകൊണ്ടാണ് ആ വകുപ്പ് അനിൽകുമാറിന്റെ അടുത്ത് മുരളീധരന് നൽകിയത്. അതിലും ഒരു വിഭാഗത്തിന് വലിയ അമർഷമുണ്ട്. ബിന്ദു കൃഷ്ണയ്ക്ക് വനിതാ ശിശു വികസനം, സാമൂഹ്യ നീതിക്കൊപ്പം തൊഴിൽ വകുപ്പ് കൂടിയാണ് ഇപ്പോൾ നൽകിയിട്ടുള്ളത്. ഇനി ഏതെങ്കിലും മാറ്റം വരുമോ എന്ന് വ്യക്തമല്ല. PK കുഞ്ഞാലിക്കുട്ടിക്ക് IT വ്യവസായം, അനൂപ് ജേക്കബിന് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പുകളുടെ ചുമതലയാണ്. അദ്ദേഹം 2.5 വർഷം എന്ന ടേം വ്യവസ്ഥയിലാകും മന്ത്രിസഭയിൽ വരിക. മോൻസ് ജോസഫിന് ജലവിഭവം, അതിന് പുറമെ ഒരു വകുപ്പാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. CP ജോണിന്റെ ഗതാഗതം, KSRTC ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ് ഇപ്പോൾ ഗതാഗതം. KM ഷാജിക്ക് തദ്ദേശമുണ്ട്. ശംസുദ്ദീന് വിദ്യാഭ്യാസവുമുണ്ട്. മറ്റ് 2 മന്ത്രിമാരുടെ വകുപ്പുകളിലാണ് ഇനി ഒരു വ്യക്തത വരേണ്ടത് ലീഗിന്റെ. ഷിബു ബേബി ജോണിന്റെ വനവും കശുവണ്ടി നൈപുണ്യ വികസന വകുപ്പുകളുമാണ് നിലവിലുള്ളത്. അതാണ് സാഹചര്യം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. ഇന്ന് കൊണ്ട് ഈ വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടായേക്കും. വകുപ്പുകൾ സംബന്ധിച്ച് കൃത്യമായ ധാരണയിലെത്തണം. എന്നിട്ടാണ് മന്ത്രിമാർക്ക് ഭരിക്കാൻ തുടങ്ങാനാവുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഇന്ന് ഗവർണർ അരുൺ പറയുന്നതനുസരിച്ച് തലസ്ഥാനത്തില്ല. അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്ത് ഗസറ്റ് വിജ്ഞാപനം അടക്കം ഇറക്കേണ്ടതുണ്ട്. അതിനുശേഷമാണ് മന്ത്രിമാർക്ക് സെക്രട്ടറിമാരെയും ഒക്കെ നിയമിച്ച് തങ്ങളുടെ വകുപ്പുകളുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കടക്കാനാവുക. കാത്തിരിക്കാം. നവകേരള സദസ്സിനിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൺമാന്മാർക്കെതിരെയുള്ള നടപടിയിലേക്ക് സർക്കാർ കടക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇന്നലെ സതീശൻ പങ്കുവച്ചിരുന്നു. ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചുള്ള ഉത്തരവ് ഇന്ന് ഇറങ്ങിയേക്കും. ആദ്യ മന്ത്രിസഭാ യോഗമാണ് നിയുക്ത MLA AD തോമസ് അടക്കമുള്ളവർക്ക് മർദ്ദനമേറ്റതിൽ തുടരന്വേഷണത്തിന് തീരുമാനമെടുത്തത്.
വി വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, ഗൺമാന്മാരുടെ കാര്യം ഒട്ടും ശുഭകരമല്ല, ഉറപ്പായും നടപടി ഉണ്ടാകും. സതീശൻ ഇന്നലെ അത് പറയാതെ പറഞ്ഞു. പക്ഷെ അദ്ദേഹം ഇന്നലെ സംസാരിച്ചപ്പോൾ കോടതി ഉത്തരവ് മാനദണ്ഡമാക്കിയാണ് സർക്കാർ നടപടി, അല്ലാതെ രാഷ്ട്രീയ പ്രതികാരമല്ല എന്ന് വ്യക്തമാക്കാൻ ശ്രമിച്ചുവെങ്കിൽ പോലും ഇനിയിപ്പോൾ സർവീസിൽ പോലും ഇല്ലാത്ത തരത്തിലേക്ക് അവരെ ശിക്ഷിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ. രഞ്ജിത്ത്, കോടതി നടപടി എന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് രാഷ്ട്രീയമുണ്ട് എന്നത് വ്യക്തമാണ്. കാരണം വി.ഡി. സതീശൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, നേരത്തെ കോൺഗ്രസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ മറന്നു കളയുമായിരുന്നു, പക്ഷേ ഇനി അത് അങ്ങനെ മറക്കില്ല. ഞങ്ങളുടെ കുട്ടികൾക്ക് മർദ്ദനമേറ്റെങ്കിൽ തീർച്ചയായും അക്കാര്യത്തിന് ഒരു പ്രതികരണം ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതാണ്. നിയമപരമായ നടപടികൾ ഒരു വശത്ത് നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അന്വേഷണം വരുമ്പോൾ അത് തീർച്ചയായും സസ്പെൻഷനിലേക്ക് കാര്യങ്ങൾ എത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. കാരണം ഒന്നുകൂടി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകി ഈ കേസ് അന്വേഷിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് സർക്കാർ വാങ്ങുകയും തുടർന്ന് നടപടി സ്വീകരിക്കുകയും ചെയ്യുക എന്നത് തീർച്ചയായും അന്വേഷണ വിധേയമായി ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യുക എന്നത് തന്നെയാണ്. കാരണം ഇത് രക്ഷാപ്രവർത്തനം എന്ന പേരിൽ നടന്ന ഒരു സംഭവം നമ്മളെല്ലാം കണ്ടതാണ്. ആലപ്പുഴയിലാണ് ഈ സംഭവം ഉണ്ടായത്. ഇപ്പോൾ MLA ആയ തോമസ് ഉൾപ്പെടെയുള്ളവർക്ക് മർദ്ദനമേൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ മുഖ്യമന്ത്രിയുടെ വാഹനത്തിന് നേരെ അന്ന് നവകേരള യാത്രയുമായി ബന്ധപ്പെട്ട് ആ നവകേരള ബസ് ഉണ്ടായിരുന്നു. ആ ബസ്സിന് നേരെ കരിങ്കൊടി വീശിയതിൻ്റെ പേരിലായിരുന്നു ഈ ഒരു മർദ്ദനം. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി ഇതിനെ ന്യായീകരിച്ചത് ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിച്ച വാഹനത്തിന് മുന്നിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടി, അവർക്ക് അപകടം പറ്റാതിരിക്കാൻ വേണ്ടി പോലീസ് നടത്തിയ രക്ഷാപ്രവർത്തനമെന്നായിരുന്നു അന്ന് പിണറായി വിജയൻ്റെ വാക്കുകൾ. പക്ഷേ അത് ആ സമയത്ത് തന്നെ വലിയ വിമർശനമുയർന്ന കാര്യമാണ്. കാരണം ആ ബസ് കടന്നുപോയ ശേഷമാണ് ഇത്തരത്തിലുള്ള മർദ്ദനമുണ്ടാകുന്നത്. മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ഉൾപ്പെടെയുള്ളവർ ഇതിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. പിന്നീട് പട്ടത്തുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലേക്കൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് നടന്നിരുന്നു. മറ്റൊരാൾ കല്ലിയൂരുള്ള പോലീസ് ഉദ്യോഗസ്ഥനാണ്. ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് പിന്നീട് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഈ ജനകീയ പ്രഖ്യാപനങ്ങൾ, വനിതകൾക്കുള്ള സൗജന്യ യാത്ര, ആശാ വർക്കർമാർക്കും അംഗൻവാടി വർക്കർമാർക്കും ഒക്കെയുള്ള വേതനത്തിലെ വർധന, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നതിനോടൊപ്പം തന്നെയാണ് ഈ പ്രത്യേക അന്വേഷണത്തിന് തീരുമാനമായത്. ഒരുപക്ഷെ അത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന് രൂപം നൽകിയുള്ള ഉത്തരവ് ഇന്ന് പുറത്തിറങ്ങിയേക്കും. രഞ്ജിത്ത്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ തെളിവുകളൊന്നും വേണ്ട നടപടിയെടുക്കാനെന്ന് മനസ്സിലാകും. കാരണം പോലീസിൻ്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന ആളുകളെ, അവരെ ഗൺമാന്മാർ ഇറങ്ങി വന്ന് അനാവശ്യമായി മർദ്ദിക്കുന്നു. ആ മർദ്ദനമേൽക്കുന്നതിൽ ഒരാൾ ഇന്ന് ആലപ്പുഴ MLA ആണ് എന്നതുകൂടി ഓർക്കണം. CPM-ന്റെ ചുവപ്പ് കോട്ടയിൽ സാക്ഷാൽ ചിത്തരഞ്ജനെ മലർത്തിയടിച്ച് AD തോമസ് എന്ന യുവനേതാവ് കയറി വരുമ്പോൾ ഈ മർദ്ദന ദൃശ്യങ്ങൾ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാക്കിയ ഒരു ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്നുള്ളതാണ് മനസ്സിലാവുകയും ചെയ്യുന്നത്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്നും പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ആവശ്യം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പുലർത്തുന്നില്ലെന്നും ആലപ്പുഴയിൽ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു. സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം, അടിമുടി മാറ്റം വന്നില്ലെങ്കിൽ പാർട്ടി ഒരിക്കലും ഇനി അധികാരത്തിൽ തിരിച്ചുവരില്ലെന്നും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. സുധാകരനെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ജില്ലയിൽ ഇത്രയും കനത്ത പരാജയം നേരിടേണ്ടി വരില്ലായിരുന്നു. സുധാകരൻ്റെ തണലിൽ വഴിവിട്ടു വളർന്നു വന്നവർ തന്നെ സുധാകരൻ പാർട്ടി വിടാൻ കാരണക്കാരായി. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷമുള്ള പ്രതിഭയുടെ പ്രതികരണം പ്രവർത്തകരെ സംശയമുനയിലാക്കി. സിറ്റിംഗ് MLA-മാരുടെ പരാജയത്തെ സംബന്ധിച്ച് CPM-ൽ ജില്ലാ സെക്രട്ടറി R നാസറിൻ്റെ മാധ്യമങ്ങളോടുള്ള പരസ്യ പ്രതികരണവും പൊട്ടിത്തെറിക്ക് ഇടയാക്കി എന്നും മറ്റും ജില്ലാ സെക്രട്ടേറിയറ്റിൽ കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയിൽ അഭിപ്രായമുയർന്നു. തമ്പ്രാക്കന്മാർ പറയും, അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് CPIM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിലപാടെന്ന് കാസർഗോഡ് ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനം. ഭൂമാഫിയ സംഘങ്ങളുമായി ബന്ധമുള്ള TI മധുസൂദനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയത് തിരിച്ചടിയായെന്നും തൃക്കരിപ്പൂരിലെ തോൽവിക്ക് ഇത് കാരണമായി എന്നുമാണ് വിമർശനം ഉയർന്നിരിക്കുന്നത്. സംസ്ഥാനമൊട്ടാകെ നമുക്കറിയാം വലിയ വിമർശനം CPM നേതൃത്വത്തിനെതിരെ, പിണറായി വിജയനെതിരെ, ഗോവിന്ദനെതിരെ ഒക്കെ ഉയരുന്ന പശ്ചാത്തലമുണ്ട്. അതിൻ്റെ സാഹചര്യത്തിൽ കൂടിയാണ് കടുത്ത വിമർശനം ഇത്തരത്തിൽ കാസർഗോഡും സംഭവിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. KV ബൈജു ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. ബൈജു, ഇതിപ്പോൾ കുറച്ചുകൂടി കടുത്ത വിമർശനമാണ് കാസർഗോഡ് എന്ന് മനസ്സിലാകുന്നു. മധുസൂദനെ മത്സരിപ്പിച്ച കാര്യം അവിടെ സൂചിപ്പിക്കുന്ന പശ്ചാത്തലമുണ്ട്. ഒപ്പം തമ്പ്രാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുകയാണ് നേരത്തെ പറഞ്ഞ പോലെ നേതാക്കന്മാരെ. രഞ്ജിത്തെ, തീർച്ചയായും മറ്റു ജില്ലകളിൽ പിണറായി വിജയനെതിരെയും അതുപോലെ തന്നെ ഗോവിന്ദനെതിരെയും വലിയ തോതിൽ വിമർശനം ഉയർന്നെങ്കിലും കാസർഗോഡ് ജില്ലയിൽ നടന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ അതിലൊരു പടി കടന്നാണ്
അംഗങ്ങൾ വിമർശനം ഉന്നയിച്ചതെന്നാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ രഞ്ജിത്ത് സൂചിപ്പിച്ചത് തന്നെയാണ് ഏറ്റവും പ്രധാനം. അതായത് പിണറായി വിജയനെയും ഗോവിന്ദനെയും ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിൽ തമ്പ്രാക്കന്മാർ പറയും അത് അടിയാന്മാർ അനുസരിക്കണം എന്നതാണ് പാർട്ടിയിലെ പലപ്പോഴുമുള്ള നിലപാടെന്ന് അംഗങ്ങൾ വിമർശിച്ചു. അതോടൊപ്പം തൃക്കരിപ്പൂരിലെ പരാജയം, അത് തൃക്കരിപ്പൂരിൽ നിന്നുള്ള ഒരു അംഗം തന്നെയാണ് ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചത്. അതായത് പയ്യന്നൂരിലെ TI മധുസൂദനന്റെ സ്ഥാനാർത്ഥിത്വം അത് വലിയ തോതിൽ തൃക്കരിപ്പൂരിൽ ബാധിക്കാൻ ഇടയായി. പ്രത്യേകിച്ച് ഭൂമാഫിയുമായി ഒക്കെ ബന്ധമുള്ള മധുസൂദനെ പയ്യന്നൂരിൽ സ്ഥാനാർത്ഥിയാക്കിയതാണ് തൃക്കരിപ്പൂരിൽ തിരിച്ചടിക്ക് ഒരു കാരണമെന്നാണ് ഈ അംഗം പറഞ്ഞത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മഞ്ചേശ്വരം. നമുക്കറിയാം വലിയ തോതിൽ ശക്തമായ പോരാട്ടം നടന്ന മണ്ഡലമാണ് മഞ്ചേശ്വരം. അവിടെ മഞ്ചേശ്വരത്ത് CPM-ന്റെ സ്ഥാനാർത്ഥിയായ KR ജയാനന്ദയാണ് തന്നെ രക്തസാക്ഷിയാക്കിയെന്ന ഒരു വിമർശനം ഉന്നയിച്ചത്. മാത്രമല്ല വളരെ ഗുരുതരമായ ഒരു ആരോപണം അദ്ദേഹം പറഞ്ഞത് 20,000-ഓളം CPIM വോട്ടുകൾ മറിഞ്ഞതിൽ ഇടപെടലുണ്ടായി എന്ന ഒരു ആക്ഷേപവും അദ്ദേഹം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റിൽ രൂക്ഷ വിമർശനമാണ് ഇന്നലെ ഉയർന്നെങ്കിൽ ഇന്ന് ജില്ലാ കമ്മിറ്റിയാണ് ചേരുന്നത്. ഇന്നും നാളെയും മറ്റന്നാളുമാണ് ജില്ലാ കമ്മിറ്റി ചേരാൻ നേരത്തെ തീരുമാനിച്ചതെങ്കിലും അത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള വിമർശനം, ഇത്തരത്തിൽ രൂക്ഷ വിമർശനമൊക്കെ വരുന്ന സാഹചര്യത്തിൽ അടിയന്തരമായി ഇന്നത്തേക്ക് തന്നെ മാറ്റിവെക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ ഇന്നും നാളെയുമായാണ് ജില്ലാ കമ്മിറ്റിയിൽ ഇതിനേക്കാളും കൂടുതൽ രൂക്ഷ വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് കരുതുന്നത്. അത് മാത്രമല്ല കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ജില്ല രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് CPM-ന് ഒരൊറ്റ MLA പോലും ഇല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. ആകെ ബൈജു, ഈ മഞ്ചേശ്വരത്തെ സാഹചര്യം നമ്മൾ പരിശോധിച്ച 20,000 വോട്ടുകളോളം മഞ്ചേശ്വരത്ത് നഷ്ടപ്പെട്ടിരുന്നു CPM-ന് കഴിഞ്ഞ തവണ ലഭിച്ചതിനേക്കാൾ. അത് വളരെ കൃത്യമായി തന്നെ പോയത് ലീഗിലേക്കാണ്. അപ്പോൾ സ്ഥാനാർത്ഥി തന്നെ നിർത്തി ചതിച്ചു എന്നുള്ള അഭിപ്രായം പങ്കുവെക്കുകയാണോ ജില്ലാ സെക്രട്ടേറിയറ്റിൽ? അതെ രഞ്ജിത്ത്, അത്തരത്തിലുള്ള വിമർശനമാണ് KR ജയാനന്ദ ഈ ഒരു സെക്രട്ടേറിയറ്റിൽ ഉന്നയിച്ചത്. അതായത് അദ്ദേഹം വ്യക്തമാക്കിയത് ഇത് തന്നെയാണ്, തന്നെ ഇത്തരത്തിൽ രക്തസാക്ഷി എന്നാണ്. പ്രധാനമായും ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിക്കാൻ കാരണം ആദ്യം മറ്റൊരു സ്ഥാനാർത്ഥിയെയാണ് മഞ്ചേശ്വരത്ത് മത്സരിപ്പിക്കാൻ ധാരണയായതും അത്തരത്തിൽ തീരുമാനം. പക്ഷേ പിന്നീട് പെട്ടെന്നാണ് KR ജയാനന്ദയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്നതും. അങ്ങനെ തന്നെ ഒരു രക്തസാക്ഷിയൊക്കെ ആക്കിയെന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതോടൊപ്പം അദ്ദേഹം സൂചിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം 20,000-ഓളം CPIM വോട്ടുകൾ മറിഞ്ഞതിൽ ഇടപെടലുണ്ടായി എന്ന് അദ്ദേഹം ആരോപണം കൂടി ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ വലിയ തോതിൽ പൊട്ടിത്തെറി ഉണ്ടായ ഒരു ജില്ലാ സെക്രട്ടേറിയറ്റ് ആണ് ഇന്നലെ കഴിഞ്ഞതെങ്കിൽ ഇന്ന് അതിലും കൂടുതൽ രൂക്ഷ വിമർശനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ജില്ലാ കമ്മിറ്റി നമുക്കറിയാം കൂടുതൽ അംഗങ്ങളുണ്ട്, വലിയ തോതിലുള്ള വിമർശനം ഉണ്ടാകാനുള്ള ഒരു വേദിയാണ്. മറ്റ് ജില്ലകളിലും അത്തരത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ഏതായാലും കാസർഗോഡ് ജില്ലയിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജില്ല രൂപീകൃതമായതിനു ശേഷം ആദ്യമായാണ് ഒരു MLA പോലും ഇല്ലാത്ത അവസ്ഥ CPM-ന് ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് തൃക്കരിപ്പൂർ ഒരിക്കലും ഏത് തരംഗമുണ്ടായാലും അത് ഒപ്പം നിൽക്കുന്ന ഒരു മണ്ഡലമാണ് തൃക്കരിപ്പൂർ നഷ്ടപ്പെട്ടത് വലിയ തോതിലുള്ള ഒരു ആഘാതമായി. അതോടൊപ്പം ഉദുമ 30 വർഷത്തോളമായി ഇടതിന്റെ കയ്യിലുള്ള ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം നഷ്ടപ്പെട്ടതും വലിയ തോതിൽ വിമർശനം ഉണ്ടായി. പ്രത്യേകിച്ച് CH കുഞ്ഞമ്പുവിനെതിരെയും വിമർശനം ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ ജില്ലാ സെക്രട്ടറി ഇന്നലെ 8 മണിയോടുകൂടിയാണ് ഈ ഒരു സെക്രട്ടേറിയറ്റ് അവസാനിക്കുന്നത്. ഇന്ന് ഏതായാലും ഈ ജില്ലാ കമ്മിറ്റിയിൽ വലിയ തോതിലുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളത്. അംഗങ്ങൾ രൂക്ഷ വിമർശനം ഉന്നയിച്ചേക്കാം. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുമായി ബന്ധപ്പെട്ട് തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വവും അവിടെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളും അത് കാസർഗോഡ് ജില്ലയും ബാധിച്ചു എന്ന തരത്തിലാണ് സെക്രട്ടേറിയറ്റിൽ ഉയർന്നു വന്ന വിമർശനം. അത് ഇന്നും തുടരും. അത്തരത്തിൽ രൂക്ഷ വിമർശനം ഉണ്ടായേക്കാം. ഏതായാലും തമ്പ്രാക്കന്മാർ പറയും അത് തങ്ങൾ അനുസരിച്ചോളണം എന്ന ഒരു നിലപാട് പലപ്പോഴും ഉണ്ടാകുന്നു എന്ന രൂക്ഷ വിമർശനവും ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് 10 മണിയോടുകൂടി ജില്ലാ കമ്മിറ്റി ഇന്ന് ചേരും. രഞ്ജിത്ത്. ശരി ബൈജു, ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. അമേരിക്കയിൽ സാന്റിയാഗോയിലുള്ള ഇസ്ലാമിക് സെന്ററിൽ നടന്ന വെടിവെപ്പിൽ 3 മരണം. ആക്രമണം നടത്തിയ 17ഉം 19ഉം വയസ്സുള്ള കൗമാരക്കാർ ഉൾപ്പെടെ ആകെ 5 പേരാണ് മരിച്ചത്. പള്ളിയുടെ പരിസരത്ത് അക്രമികൾ നടത്തിയ വെടിവെപ്പിൽ ഒരു സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരെ ആക്രമണത്തിന് ശേഷം സ്വയം വെടിവെച്ചു മരിച്ച നിലയിൽ കാറിൽ കണ്ടെത്തുകയായിരുന്നു. സംഭവത്തിന് പിന്നാലെ അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലെ പള്ളികൾക്കും ആരാധനാലയങ്ങൾക്കും സുരക്ഷ ഇപ്പോൾ
ശക്തമാക്കി എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂട്ടി. പെട്രോളിനും ഡീസലിനും 90 പൈസ വീതമാണ് കൂട്ടിയത്. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് വില കൂടുന്നത്. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ആജ്ഞ, കേൾക്കാമോ? എന്തൊക്കെയാണ് ഈ ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് വില കൂടുന്നത്? എന്തൊക്കെയാണ് മറ്റ് വിവരങ്ങൾ? രഞ്ജിത്ത്, പെട്രോളിന് 109.71 രൂപയും അതുപോലെ ഡീസലിന് 98.67 രൂപയുമാണ് ഇപ്പോൾ നിലവിൽ പമ്പിൽ കാണിക്കുന്ന റേറ്റ്. അതാണ് 90 രൂപയാണ് കൂടിയത്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം 3.4 രൂപയായിരുന്നു കഴിഞ്ഞ ദിവസം കൂടിയിട്ടുണ്ടായിരുന്നത്. അതായത് ഇന്ധനവില, അതായത് ഈ ക്രൂഡ് ഓയിലിന് അന്താരാഷ്ട്ര വിപണിയിൽ വില കൂടുന്നതനുസരിച്ചിട്ട് ഇന്ധനവില കൂട്ടണമെന്ന് പെട്രോൾ കമ്പനികളുടെ ആവശ്യം ശക്തമായതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസവും റേറ്റ് കൂട്ടിയത്. എന്തായാലും ഇത് സാധാരണക്കാരെ അന്ന് തന്നെ നമ്മൾ അസസ് ചെയ്തതുമാണ്. അന്ന് തന്നെ ആളുകളുടെ ഒരു റിയാക്ഷനും നമ്മൾ എടുത്തതാണ്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇതിനെ മറികടക്കുക എന്നുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ട്. പക്ഷേ ഈ ആഴ്ചയിൽ 2 തവണ വില കൂടുക എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെ ഇത് കടക്കുകയാണ്. ഒരു പക്ഷേ ഇനിയും കൂടിയേക്കാം. പക്ഷെ നമ്മൾ നേരത്തെയും ഈ കാര്യം പറഞ്ഞപ്പോഴും ഇപ്പോൾ ഈ പമ്പിൽ വലിയൊരു റഷില്ല. അപ്പോൾ നമുക്ക് ഒരു ചേട്ടനോട് ചോദിക്കാം. ചേട്ടാ, ഇന്ധനവില കൂടുകയാണ്, ദിവസം ദിവസം കൂടുകയാണ്. കഴിഞ്ഞ ആഴ്ചയിലും ഈ ആഴ്ചയിൽ തന്നെ ഒരു തവണ കൂടി, ഇപ്പൊ വീണ്ടും 90 പൈസ. ഇത് എങ്ങനെ സാധാരണക്കാരനെ എങ്ങനെ അത് മെയിൻറ്റെയിൻ, സാധാരണക്കാർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു മാർഗവുമില്ല. പക്ഷേ വണ്ടിയിൽ പെട്രോളിയാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകണം. ഇറാനെതിരെയുള്ള ആക്രമണം തൽക്കാലത്തേക്ക് അവസാനിപ്പിച്ചുവെന്ന് ഡൊണാൾഡ് ട്രംപ്. പാകിസ്ഥാൻ 8000 സൈനികരെയും സ്ക്വാഡ്രൺ യുദ്ധവിമാനങ്ങളെയും സൗദി അറേബ്യയിൽ വിന്യസിച്ചു. പരസ്പര പ്രതിരോധ ഉടമ്പടി പ്രകാരമാണ് നടപടി. US-ഉം ഇറാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണ പല പല പ്രശ്നങ്ങളായ സാഹചര്യത്തിലാണ് പിന്തുണയുമായി പാകിസ്ഥാൻ സേനാവിന്യാസം നടത്തുകയെന്നാണ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇറാനെതിരെ ട്രംപ് ഭീഷണി ഉയർത്തിയ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, ഇന്നിപ്പോൾ 19-ം തീയതി ആക്രമണം, അതായത് ഈ കരാറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവസാനിക്കുന്ന സമയമാണ്. വെടിനിർത്തൽ കരാറിൽ ഇന്നു മുതൽ ആക്രമണം ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുകൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം എന്താണ്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ട്രംപ് ആക്രമണം നിർത്താൻ അല്ലെങ്കിൽ ആക്രമിക്കില്ല എന്ന് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചത്? രഞ്ജിത്ത്, താൽക്കാലികമായി യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന ഏറ്റവും ഒടുവിലത്തെ അറിയിപ്പാണ് അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റ് രാജ്യങ്ങളെയൊക്കെ സംബന്ധിച്ച്, ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നൊരു വാർത്ത തന്നെയാണ്. കാരണം ദിവസങ്ങളായി തുടരുന്ന സംഘർഷത്തിൽ ഈ വിപണിയൊക്കെ തന്നെ വലിയ തോതിൽ അത് ബാധിക്കുന്ന നിലയുണ്ടായി. തൊട്ട് മുൻപ് ആജ്ഞ റിപ്പോർട്ട് ചെയ്ത വാർത്ത പോലും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളതായിരുന്നു. ഈ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും CNG-യുടെയും ഒക്കെ വില കൂടുന്ന പശ്ചാത്തലമടക്കമുണ്ടായത് ഈ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലായിരുന്നു. അതിനൊക്കെ തന്നെ മാറ്റമുണ്ടാകുന്നു. ഇപ്പോൾ ഈ ക്രൂഡ് വില കുറയുകയും ചെയ്യുന്നു. രഞ്ജിത്ത് ചോദിച്ചത് എന്തുകൊണ്ട് ഈ തീരുമാനത്തിലേക്ക് അമേരിക്ക പോയി എന്നതാണ്. അവിടെ ട്രംപ് നൽകുന്ന വിശദീകരണം ഖത്തറിൻ്റെയും UAE-യുടെയും സൗദിയുടെയും ഒക്കെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് ഇപ്പോൾ ഒരു യുദ്ധം അവസാനിപ്പിക്കലിലേക്ക് പോവുകയാണ്. വെടിനിർത്തൽ അവസാനിക്കുന്ന ദിവസമാണ്. ഇറാന് മേൽ കടുത്ത ആക്രമണം ഉണ്ടാകുമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് പറഞ്ഞിരുന്നത്. ഇറാനിൽ ഒന്നും അവശേഷിക്കില്ല എന്ന ഒരു വലിയ ഭീഷണി ട്രംപിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ യുദ്ധം താൽക്കാലികമായി അവസാനിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനമാണ് പുറത്തു വന്നിരിക്കുന്നത്. മാത്രമല്ല, പാകിസ്ഥാൻ ഇപ്പോൾ സൗദിയിലേക്ക് 8000 സൈനികരെ അയച്ചിട്ടുണ്ട്. അവരുടെ ഒരു സ്ക്വാഡ്രൺ വിമാനങ്ങൾ സൗദിയിലെത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ സൗദിയും പാകിസ്ഥാനും തമ്മിലുള്ള സൈനിക കരാറുണ്ടായിരുന്നു. ഒരു രഹസ്യ കരാറാണ്. സൗദിയിൽ നിന്നുള്ള സാമ്പത്തിക സഹായം പാകിസ്ഥാൻ ലഭിക്കുകയും അതോടൊപ്പം തന്നെ ഈ ആണവ സഹായം, പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ്, അതുകൊണ്ട് തന്നെ സൗദിക്ക് അങ്ങനെ ഒരു ശേഷിയില്ലാത്തത് കൊണ്ട് ഈ ഒരു സഹായം പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നതായിരുന്നു ഈ കരാറിന്മേലുള്ള ഉറപ്പ്. മാത്രമല്ല, ഏതെങ്കിലും തരത്തിൽ അമേരിക്ക ഇറാൻ സംഘർഷം അത് രൂക്ഷമാവുകയാണെങ്കിൽ ഇറാൻ്റെ ഭാഗത്ത് നിന്ന് സൗദിയിലേക്ക് ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകും. പ്രത്യേകിച്ച് സൗദിയിലേക്ക് വലിയ തോതിലാണ് നേരത്തെയൊക്കെ ആക്രമണം ഉണ്ടായത്. അതുകൊണ്ട് സൗദിക്ക് ഒരു പ്രതിരോധ കവചം തീർക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 8000 സൈനികരെ പാകിസ്ഥാൻ സൗദിയിലേക്ക് അയച്ചത്. അങ്ങനെ ഒരു നീക്കം കൂടി, സൈനിക തലത്തിലുള്ള ഒരു നീക്കം കൂടി ഇതിനിടയിൽ ചേർത്ത് വായിക്കേണ്ടതുണ്ട്.
ഏതായിരുന്നാലും ഇനി യുദ്ധം തുടരുന്നില്ല, തൽക്കാലത്തേക്ക് യുദ്ധം അവസാനിപ്പിക്കുന്നു എന്ന ഒരു പ്രഖ്യാപനമാണ് ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇതിൻ്റെ പ്രതിഫലനം ഓഹരിയിലും ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യൻ രൂപ അത് ചരിത്രത്തിലില്ലാത്ത വിധമാണ് അതിൻ്റെ മൂല്യമിടിഞ്ഞത്. അതിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു. അതോടൊപ്പം തന്നെ സ്വർണ്ണവില ഉയരുന്നുണ്ട്, ഇന്ധനവില കുറയുകയുമാണ്. രഞ്ജിത്ത്. വി വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. രാജ്യത്തെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിനിന്റെ രൂപകൽപ്പന ഇന്ത്യൻ റെയിൽവേ പുറത്തിറക്കി. റെയിൽവേ മന്ത്രാലയത്തിലാണ് ട്രെയിനിന്റെ ചിത്രം പ്രദർശിപ്പിച്ചിട്ടുള്ളത്. 508 കിലോമീറ്റർ ദൈർഘ്യമുള്ള മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ പദ്ധതി മഹാരാഷ്ട്ര, ഗുജറാത്ത്, കേന്ദ്രഭരണ പ്രദേശമായ ദാദ്ര, നാഗർ ഹവേലി എന്നീ പ്രദേശങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. പദ്ധതിക്ക് ആവശ്യമായ 1389.5 ഹെക്ടർ ഭൂമി മുഴുവൻ ഏറ്റെടുത്തതായി ലോക്സഭയിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു. വിസ തട്ടിപ്പ് കേസിൽ ആലുവ സ്വദേശി വിജയ് അറസ്റ്റിൽ. മൂവാറ്റുപുഴ പോലീസ് ഇൻസ്പെക്ടർ അനിൽ ജോർജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അറസ്റ്റ് ചെയ്തത്. ഹംഗറിയിൽ കമ്പനിയിൽ ജോലിക്കായി വിസ വാഗ്ദാനം ചെയ്ത് മൂവാറ്റുപുഴ വാളകം സ്വദേശിയായ യുവതിയിൽ നിന്നും പണം തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മോഡലിംഗിന്റെ മറവിൽ യുവതികളെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെടുത്തിയ കേസിൽ കൂടുതൽ അറസ്റ്റുണ്ടാകും. ഇന്നലെ അറസ്റ്റിലായ കൊച്ചിയിലെ മോഡൽ അലീനയെ പോലീസ് ചോദ്യം ചെയ്യുകയാണ്. മുംബൈയിൽ നിന്ന് പിടിയിലായ മറ്റൊരു പ്രതി സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. ആജ്ഞ രവീന്ദ്രൻ വിവരങ്ങൾ പങ്കുവെക്കും. ആജ്ഞ, വലിയ തോതിലുള്ള വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പോലീസിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിരവധി യുവതികൾ ഈ റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പുതിയ വിവരം, ഈ അലീനയെ ചോദ്യം ചെയ്തതിൽ നിന്ന് പോലീസിന് കിട്ടിയതെന്തൊക്കെയാണ്? കൊച്ചിയിൽ വലിയ തോതിൽ സെക്സ് റാക്കറ്റുമായി ബന്ധപ്പെട്ട ചില അറസ്റ്റുകൾ, ചില കണ്ടെത്തലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. മോഡലിംഗിന്റെ മറവിലാണ് യുവതികളെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽ പെടുത്തിയത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്നലെ കൊച്ചിയിൽ ഒരു മോഡൽ അലീന എന്ന മോഡൽ അറസ്റ്റിലായിരുന്നു. ഇവരെ ചോദ്യം ചെയ്യുകയാണ്. മുംബൈയിൽ നിന്ന് പിടിയിലായ മറ്റൊരു പ്രതി സിന്ധുവിനെ ഇന്ന് കൊച്ചിയിൽ എത്തിക്കും എന്നുള്ള വിവരങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആജ്ഞ, ഈ ഇന്നലെ അറസ്റ്റിലായ മോഡൽ അലീന, അവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? നിരവധി യുവതികൾ ഈ റാക്കറ്റിന്റെ പിടിയിലായിരുന്നു എന്നുള്ള വിവരമല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? പോലീസാണ് ഈ വിഷയത്തിൽ കൊച്ചിയിൽ കേസെടുത്തിട്ടുള്ളത്. അലീന കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. നേരത്തെ സിന്ധു മുംബൈയിൽ നിന്നും അറസ്റ്റിലായിട്ടുണ്ട്. സിന്ധുവിനെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. ഈ മോഡലിംഗ് രംഗത്ത് വലിയ തുകകളും വലിയ അവസരങ്ങളും വാഗ്ദാനം ചെയ്തിട്ടാണ് ഇങ്ങനെ പെൺകുട്ടികളെ കെണിയിൽപ്പെടുത്തുന്നത്. അതിനുശേഷം അവരെ മുംബൈയിലെത്തിക്കുകയും തുടർന്ന് ദുബായിലെത്തുകയും ചെയ്തു. ഈ പരാതിക്കാരിയെ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ദുബായിലെത്തിയ ശേഷം ഈ കുട്ടിയെ ലഹരി നൽകി പീഡിപ്പിക്കുകയും അബോധാവസ്ഥയിലായിരുന്ന പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തുകയും ചെയ്തു. ആ വീഡിയോയും ഫോട്ടോസും ഈ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയച്ചു കൊടുക്കും, സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഒരുപാട് ആളുകളുടെ മുന്നിൽ പെൺകുട്ടി എത്തിച്ചത് എന്നാണ് പെൺകുട്ടിയുടെ പരാതി. അതിക്രൂരമായ പീഡനത്തിനാണ് ഈ പെൺകുട്ടി ഇരയായിട്ടുള്ളത് എന്നുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട്. അതായത് ഈ റാക്കറ്റിന്റെ പിന്നിൽ വലിയ സംഘമാണ് പ്രവർത്തിച്ചതെന്നാണ് പോലീസിന്റെ ഒരു അഭ്യൂഹം. അങ്ങനെയാണ്. എന്തായാലും അലീന എന്ന് പറയുന്ന ലേഡിയാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിട്ടുള്ള കൊച്ചി മരട് പോലീസാണ് ഈ വിഷയത്തിൽ കേസെടുത്തിട്ടുള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളും ഇന്നുണ്ടാകും, കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം, അവയവക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വലിയ അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് ഒട്ടാകെ, അതായത് സംസ്ഥാനമൊട്ടാകെ വലതിരിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു വെളിപ്പെടുത്തൽ കൂടി വരുന്നത്. അതുമായി ബന്ധപ്പെട്ടും അതിൽ മനുഷ്യക്കടത്തുണ്ടോ എന്ന് പരിശോധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഇവിടെയും ഈ മോഡലിംഗിനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ലൈംഗിക ആവശ്യങ്ങൾക്കും സെക്സ് റാക്കറ്റിന്റെ ഭാഗമായി പെൺകുട്ടികളെ ഉപയോഗിക്കുന്ന രീതി, അതിൽ മനുഷ്യക്കടത്ത് കൂടി പരിശോധിക്കുന്നുണ്ട് പോലീസ്. ആ ഒരു സാധ്യത കൂടി ഉണ്ടോ എന്ന് ആരായുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നും അന്വേഷണത്തിന്റെ വിശദാംശങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ഈ സിന്ധു എന്ന് പറയുന്ന മുംബൈയിൽ നിന്നും അറസ്റ്റിലായ സ്ത്രീയെ ഇന്ന് പോലീസ് കൊച്ചിയിലെത്തിക്കും. കൊച്ചിയിലെത്തിച്ച ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുന്നത്. എന്തായാലും പ്രാഥമിക ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങളോ കൂടുതൽ അറസ്റ്റിലേക്ക് പോലീസ് എത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും ഒരു മോഡൽ ഇതുമായി ബന്ധപ്പെട്ട അറസ്റ്റിലായി കഴിഞ്ഞു. കൊച്ചിയിലെ മോഡൽ അലീന എന്ന ആളാണ് അറസ്റ്റിലാക്കപ്പെട്ടത്. മുംബൈയിൽ നിന്ന് മറ്റൊരു പ്രതി സിന്ധുവിനെയും ഇന്ന് കൊച്ചിയിൽ എത്തിച്ച് ചോദ്യം ചെയ്യുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും അല്പസമയത്തിനകം ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ ലഭ്യമാകും. പോലീസിൻ്റെ കസ്റ്റഡിയിലാണ് ഇവരുമായി ബന്ധപ്പെട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ, കൂടുതൽ പ്രതികൾ
ഇൻവോൾവ് ആയിട്ടുണ്ട് ഈ വിഷയത്തിൽ എന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട്. അത്തരം തെളിവുകൾ കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നിരവധി യുവതികളെ ഇവർ പെടുത്തി എന്നും സൂചനകൾ ഉണ്ട്. ആജ്ഞ, ഇതിപ്പോൾ കൂടുതൽ പേർ, അതായത് ഇപ്പോൾ 2 പേർ മാത്രമാണ് പോലീസിൻ്റെ നിരീക്ഷണത്തിലുള്ളത്. ഇവരുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് എങ്ങനെയാണ് ലഭിച്ചത്? എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നോ? ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുമായി സംസാരിക്കാൻ പോലീസിനായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഈ പീഡനത്തിന് ഇരയായ പെൺകുട്ടി, ലൈംഗികാതിക്രമത്തിന് ഇരയായ പെൺകുട്ടി തിരിച്ചെത്തി പരാതി നൽകിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ റാക്കറ്റിന്റെ വിശദാംശങ്ങൾ പോലീസിന് വ്യക്തമാകുന്നത്. നേരത്തെ സൂചിപ്പിച്ചിരുന്ന മുംബൈയിൽ നിന്ന് അറസ്റ്റിലായ സിന്ധു എന്ന് പറയുന്ന യുവതിയെ ഇന്ന് കൊച്ചിയിലെത്തിക്കും. അതേസമയം കൊച്ചിയിൽ അലീന എന്ന് പറയുന്ന സ്ത്രീയാണ് പിടിയിലായിട്ടുള്ളത്. ഇവർ സെക്സ് റാക്കറ്റ്, അതായത് മോഡലിങ്ങിന് വലിയ തുകകൾ നൽകി പെൺകുട്ടികളെ വാഗ്ദാനം നൽകി പെൺകുട്ടികളെ ഈ വലയിലാക്കുകയും വലിയ അവസരങ്ങളാണ് നൽകാൻ പോകുന്നത്, വലിയ തുകയാണ് നൽകാൻ പോകുന്നതെന്ന് പ്രലോഭിപ്പിച്ച് പെൺകുട്ടികളെ ഈ കെണിയിലേക്ക് പെടുത്തുന്നത്. അത്തരത്തിലൊരു സാഹചര്യത്തിൽ തന്നെ ഇത് ഈ പരാതിക്കാരിയായ പെൺകുട്ടി പറയുന്നതനുസരിച്ച് ഇവരെ ദുബായിലെത്തിച്ച ശേഷം മയക്കുമരുന്ന് നൽകി അബോധാവസ്ഥയിലാക്കിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു. അതിനുശേഷം പെൺകുട്ടിയുടെ നഗ്ന ചിത്രങ്ങളും അതുപോലെ വീഡിയോകളും പകർത്തുകയും അത് സോഷ്യൽ മീഡിയയിലും ബന്ധുക്കൾക്കും കൂട്ടുകാർക്കുമൊക്കെ അയച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് ഇവരെ സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെടുത്തുന്നതും. നിരവധി ആളുകൾക്കാണ് ഈ പെൺകുട്ടിയെ നിരവധി ആളുകളുടെ മുന്നിലാണ് ഈ പെൺകുട്ടിയെ എത്തിച്ചത് എന്നുള്ളതാണ് പരാതി. അതിക്രൂരമായ പീഡനത്തിനാണ് താൻ ഇരയായതെന്ന് പെൺകുട്ടിയുടെ പരാതിയിൽ പറയുന്നുണ്ട്. തുടർന്നാണ് അലീനയെ മരട് പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. എന്തായാലും മുംബൈയിൽ നിന്നും അറസ്റ്റിലായ സിന്ധു എന്ന് പറയുന്ന സ്ത്രീ ഇന്ന് കൊച്ചിയിൽ എത്തിക്കുന്നുണ്ട്. അവരുടെ പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം വീണ്ടും ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക. മനുഷ്യക്കടത്തുണ്ടോ, അതുപോലെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം അവയവദാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അങ്ങോളം ഇങ്ങോളം വലവിരിച്ചിരിക്കുന്ന സാഹചര്യങ്ങൾ, SITക്ക് പുതിയ ഇൻഫർമേഷൻ ലഭിക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരത്തിൽ ഒരു ഇൻഫർമേഷൻ കൂടി ലഭിക്കുന്നതും ഇത്തരത്തിലൊരു പരാതി വരുന്നതും. 3 പരാതികളാണ്. അതായത് വിദേശത്ത് നിരവധി യുവതികൾ ഇത്തരം സെക്സ് റാക്കറ്റിന്റെ കെണിയിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്ന അവസ്ഥ ഉണ്ടായിട്ടും 3 പരാതികളാണ് പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നതെന്നാണ് മരട് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഈ മാത്രമല്ല ഈ കൊച്ചിയിലെ അറസ്റ്റിലായിട്ട് അലീന എന്ന് പറയുന്ന യുവതി കൊച്ചിയിലെ ഗുണ്ടാ സംഘത്തിന്റെ പിന്തുണയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു ലേഡി കൂടിയാണ് എന്നുള്ള വെളിപ്പെടുത്തലും വരുന്നുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അന്വേഷണം, അതായത് ഗുണ്ടാ സംഘങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ വിശദാംശങ്ങൾ പോലീസ് കൂടുതൽ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ വിശദാംശങ്ങൾ, ഏത് തരത്തിലാണ് മോഡലുകളെ മോഡലിംഗ് രംഗത്തേക്ക് പെൺകുട്ടികളെ കൊണ്ടുവരാനുള്ള രീതികൾ, അല്ലെങ്കിൽ മോഡലിംഗ് രംഗത്തേക്ക് വരുന്ന പെൺകുട്ടികളുമായി ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങൾ തുടങ്ങിയവയ്ക്കായിരിക്കും വരും ദിവസങ്ങളിൽ പോലീസ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകും. മാത്രമല്ല ഇന്ന് സിന്ധുവിനെ കൊച്ചിയിൽ എത്തിക്കുമെന്ന് പറയുന്നുണ്ട്. ഈ കൊച്ചിയിൽ എത്തിച്ച ശേഷം പ്രാഥമികമായിട്ടുള്ള ചോദ്യം ചെയ്യലിന് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക. ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ എന്തൊക്കെ പുറത്തു വരുമെന്നുള്ള കാര്യത്തിൽ പോലീസിന് അത്തരമൊരു പ്രതീക്ഷയുണ്ട്. പോലീസിന് കൂടുതൽ ഇൻഫർമേഷൻ ഉണ്ടാകും, കൂടുതൽ നെറ്റ്വർക്കുകളിലേക്ക് ഇതിൻ്റെ വെളിച്ചം വീശും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിന് പ്രതീക്ഷയുണ്ട്. അത്തരമൊരു പ്രതീക്ഷയിലാണ്. എന്തായാലും അലീനയെ മരട് പോലീസാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അലീനയെ ചുറ്റിപ്പറ്റിയും അലീനയുടെ കോൾ ലോഗും കോൾ ഹിസ്റ്ററിയും ഒക്കെ പരിശോധിച്ച് വരികയാണ് പോലീസ്. അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള അലീനയുടെ ഇടപാടുകൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കും. അതേ തുടർന്നായിരിക്കും ഈ പറഞ്ഞതുപോലെയുള്ള, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യക്കടത്തിന് സാധ്യതയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷിക്കും. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമുക്ക് അവയവദാനത്തിൻ്റെ മറവിൽ നടന്ന അവയവ കച്ചവടത്തിൻ്റെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ട്. ആ ഒരു അവസ്ഥ കൂടി കണക്കിലെടുത്തുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കൂടിയായിരിക്കും പോലീസ് അന്വേഷണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് വേണം മനസ്സിലാക്കാൻ. ഇതിൽ മനുഷ്യക്കടത്തുണ്ടോ എന്നുള്ള കാര്യവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ മോഡലിംഗിൻ്റെ മറവിൽ സെക്സ് റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷൻ നേരത്തെയും പോലീസിന് ലഭിച്ചിട്ടുള്ളതാണ്. അത്തരം വാർത്തകൾ നേരത്തെയും മുൻപും നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. അത്തരം വാർത്തകൾ മുൻപും ഉണ്ടായിട്ടുണ്ട്, സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ നിലവിൽ 3 പരാതികളാണ് പോലീസിന് മുന്നിലുള്ളത്. കൂടുതൽ പരാതികൾ എത്തുമെന്നാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതേ തുടർന്ന് അന്വേഷണം കൂടുതൽ വിപുലമാക്കാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ അറസ്റ്റിലായിട്ട അലീനയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് പോലീസ് കരുതുന്നത്. അങ്ങനെയാണ്. അതേസമയം തന്നെ മുംബൈയിൽ നിന്നും അറസ്റ്റിലായിട്ടുള്ള സിന്ധു എന്ന് പറയുന്ന ലേഡിയെയും ഇന്ന് കൊച്ചിയിലെത്തിക്കും. അവരെയും ചോദ്യം ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങളിലേക്ക്, കൂടുതൽ ഇൻഫർമേഷനുകളിലേക്ക് ഈ കാര്യങ്ങൾ എത്തുമെന്നാണ് പോലീസിന്റെ ഒരു പ്രതീക്ഷ. രഞ്ജിത്ത്, ശരി.
പാലക്കാട് ബൈക്കും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് പരിക്കേറ്റു. കുനിശ്ശേരി സ്വദേശികളായ സുഭാഷ്, രജീഷ് എന്നിവരാണ് മരിച്ചത്. പ്രജിത്ത് വിവരങ്ങൾ പങ്കുവെക്കും. പ്രജിത്ത്, എവിടെയാണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി 7 മണിയോടുകൂടി എരുമീർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കുനിശ്ശേരി ഭാഗത്ത് നിന്നും തൃപ്പാളൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ സഞ്ചരിച്ചിരുന്ന സുഭാഷ്, രജീഷ്, സുഖിൽ 3 പേരാണ് ബൈക്കിൽ സഞ്ചരിച്ചിരുന്നത്. ഇവർ എതിർദിശയിലേക്ക് വരുന്ന ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. നിയന്ത്രണം വിട്ട ബൈക്ക് ലോറിക്ക് അടിയിൽപ്പെടുകയും അതിൽ 2 പേർ മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. സുഭാഷ് സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. രജീഷിനെയും സുഖിലിനെയും സമീപത്തുള്ള ആലത്തൂർ ഏറ്റക്കുളത്തുള്ള സമീപമുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അവിടെ വെച്ച് രജീഷ് മരിക്കുകയാണ് ഉണ്ടായിരുന്നത്. സുഖിലിന് ഗുരുതരമായ പരിക്കുകളുണ്ട്. അതിൽ സുഭാഷിന്റെ മൃതദേഹം ആലത്തൂർ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്കും രജീഷിന്റെ മൃതദേഹം ഏറ്റക്കുളത്തെ സ്വകാര്യ ആശുപത്രിയിലുമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് ഗുരുതരമായി പരിക്കേറ്റ തൃശൂർ മെഡിക്കൽ കോളേജ് സുഖിലിനെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത്. രഞ്ജിത്ത്. ശരി പ്രജിത്ത്. പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് നിന്ന് പിണറായി വിജയനെ ഒഴിവാക്കണമെന്ന് ആലപ്പുഴയിലും ആവശ്യം. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നിലവാരം പുലർത്തുന്നില്ലെന്നും ആലപ്പുഴയിൽ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ വിമർശനമുയർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഒപ്പം G സുധാകരനെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്ര വലിയ തോൽവി ആലപ്പുഴ ജില്ലയിൽ പാർട്ടി ഏറ്റുവാങ്ങില്ലായിരുന്നു എന്നും G സുധാകരന്റെ തണലിൽ വളർന്ന പല ആളുകളും പിന്നീട് വഴിവിട്ട മാർഗങ്ങൾ സ്വീകരിച്ചു എന്നുമൊക്കെയുള്ള വിമർശനം ആലപ്പുഴയിൽ ഉയർന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശരണ്യ, അതിനിശ്ചിതമായ വിമർശനം സംസ്ഥാനത്തൊട്ടാകെ നേതൃത്വത്തിനെതിരെ ഉയർന്നുണ്ട് CPM-ന്റെ ഭാഗത്ത് നിന്ന്. ഇപ്പോൾ ആലപ്പുഴയിലും സമാനമായി തന്നെ നേരിട്ട് പിണറായിയെ കേന്ദ്രീകരിച്ചാണോ വിമർശനം? സമാനമായ സാഹചര്യം തന്നെയാണ് രഞ്ജിത്ത് ആലപ്പുഴയിലും ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് രൂക്ഷ വിമർശനം ഉയർന്നിട്ടുള്ളത്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ഇനി ഇരിക്കരുത് എന്നുള്ള ഒരു അഭിപ്രായമാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് ഉയർന്നത്. മാത്രമല്ല, ശരീരഭാഷയും ശൈലിയും അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ നേതാക്കന്മാരുടെ ശരീരഭാഷയും ശൈലിയും അടക്കമുള്ള കാര്യങ്ങൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്ന് മറ്റ് ജില്ലകളിലേതുപോലെ തന്നെയുള്ള വിമർശനം ഇവിടെയും ഉയർന്നു എന്നുള്ളതാണ്. G സുധാകരനെ മത്സരിപ്പിക്കേണ്ടതായിരുന്നു. അത്തരത്തിലൊരു മത്സരം ഉണ്ടായിരുന്നെങ്കിൽ ജില്ലയിൽ ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നു. തോമസ് ഐസക് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരെ പരിഗണിക്കേണ്ടതായിരുന്നു അരൂരിൽ എന്ന് അടക്കമുള്ള വിമർശനവും വന്നിട്ടുണ്ട്. മറ്റൊന്ന്, സ്റ്റേറ്റ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ ഈ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നിന്ന് ഇന്നലെ രാവിലെ തോമസ് ഐസക്കിന്റെ നേതൃത്വത്തിൽ തുടങ്ങിയ യോഗം അവസാനിച്ചത് രാത്രി വൈകിയാണ്. അതിരൂക്ഷമായ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, G സുധാകരന്റെ തണലിൽ വഴിവിട്ട് വളർന്നു വന്ന ഒരുപറ്റ നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ തന്നെ പുറത്തേക്ക് പോകലിനും വഴിവെച്ചു എന്നുള്ള ആക്ഷേപങ്ങൾ ഉയർന്നു. പ്രതിഭയുടെ പ്രതികരണം, അതായത് തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായ പ്രതിഭയുടെ പ്രതികരണം അത് പ്രവർത്തകരെ മുഴുവൻ സംശയനിഴലാക്കുന്നു എന്നുള്ള വിമർശനവും പ്രതിഭയ്ക്ക് നേരെ ഉണ്ടായി. ഒപ്പം പല സിറ്റി MLA-മാർക്കും അത്തരത്തിൽ ശരീരഭാഷയിൽ പോലും ഒരു അഹങ്കാരത്തിന്റെ രൂപമായിരുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങൾ വന്നു. CPM ജില്ലാ സെക്രട്ടറി R നാസർ ന്യൂസ് 8 അടക്കം നടത്തിയ പ്രതികരണങ്ങൾ, അതായത് സിറ്റിംഗ് MLA-മാരുടെ പരാജയത്തെ സംബന്ധിച്ച് അവർക്ക് വീഴ്ചയുണ്ട് എന്നുള്ള രീതിയിലുള്ള പ്രതികരണം R നാസർ ഈ വിഷയവും ചർച്ചയായിട്ടുണ്ട്. അതായത് നാസർ അതിൽ രൂക്ഷ വിമർശനം ഉയർന്നു, നേതൃത്വത്തിന്റെ പിഴവാണ് എന്നുള്ള രീതിയിൽ ഉള്ള വിമർശനം വന്നു. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ പരസ്യമായ പ്രതികരണം നടത്തിയതിന് ഉള്ള വിമർശനം ഈ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. സ്റ്റേറ്റ് കമ്മിറ്റി പുനഃസംഘടിപ്പിക്കണം എന്നതടക്കമുള്ള രീതിയിലുള്ള ചർച്ചകളിലേക്ക് ആലപ്പുഴ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം പോയി എന്നുള്ളതാണ്. കനത്ത തിരിച്ചടി നേരിട്ട ജില്ലകളിൽ ഒന്നാണ് ആലപ്പുഴ. സിറ്റിംഗ് MLA-മാരുടെ പരാജയം അത് പലയിടങ്ങളിൽ, പ്രത്യേകിച്ച് സംസ്ഥാനത്ത് തന്നെ ആദ്യ നിർദ്ദേശം നൽകിയിരുന്നത് മറ്റെവിടെ പരാജയപ്പെട്ടാലും അമ്പലപ്പുഴയിൽ പരാജയപ്പെടാൻ പാടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ ജില്ലയിൽ തന്നെ ഏറ്റവും അധികം ഭൂരിപക്ഷം നേടി വിജയിച്ച ആളായി G സുധാകരൻ വന്നു എന്നുള്ളതാണ്. അത് കനത്ത പ്രഹരമാണ് പാർട്ടിക്ക് ഏൽപ്പിച്ചത് എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങൾ ഉൾപ്പെടെ വന്നു. ചിലർ G സുധാകരനെ നേരത്തെ തിരിച്ചറിയേണ്ടതായിരുന്നു
എന്നും ശക്തമായി പ്രതികരിക്കേണ്ടതായിരുന്നു എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ ശരീരഭാഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പ്രതികരണങ്ങൾ അതൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ള വിമർശനം ആദ്യമായി ആലപ്പുഴയിൽ നിന്ന് ഉയർന്നു എന്നുള്ളതാണ്. മാത്രമല്ല നേതൃനിരയെ സംബന്ധിച്ച് സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ ഉള്ള ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചിട്ടില്ലെങ്കിലും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ ആലപ്പുഴ ജില്ലയിൽ പോകുന്നത്. ഇന്നിപ്പോൾ ജില്ലാ കമ്മിറ്റി യോഗമാണ്. ശരി. സ്വന്തമായി മന്ത്രിയെ കിട്ടാത്തതിൽ കടുത്ത നിരാശയിൽ കാസർഗോട്ടുകാർ. അവസാനമായി ജില്ലയ്ക്ക് മന്ത്രിയെ കിട്ടിയിട്ട് 2 പതിറ്റാണ്ടായി. രണ്ടാം പിണറായി സർക്കാരിലും മന്ത്രിസ്ഥാനത്തേക്ക് ജില്ലയെ പരിഗണിച്ചിരുന്നില്ല. മഞ്ചേശ്വരം MLA AK അഷ്റഫിന് മന്ത്രിസ്ഥാനം ലഭിക്കുമെന്ന് സൂചനയുണ്ടായിരുന്നുവെങ്കിലും പട്ടികയിൽ പേര് ഇടം പിടിച്ചതുമില്ല. KV ബൈജു ചേരുകയാണ്. ബൈജു, 2 പതിറ്റാണ്ടത്തെ വരൾച്ചയാണ്, പക്ഷേ മന്ത്രിസ്ഥാനത്തിലേക്ക് അല്ലെങ്കിൽ മന്ത്രി ലഭ്യതയിലേക്ക് ജില്ല എത്തിയില്ല. അതിൻ്റെ പ്രശ്നങ്ങൾ വികസന കാര്യത്തിലൊക്കെ ജില്ലയ്ക്ക് ഉണ്ട്, സംശയമില്ല. എന്താണ് ഇപ്പോൾ ജനങ്ങളുടെ ഈ VD സതീശൻ മന്ത്രിസഭയിലും നിരാശ പടർന്നതിന് ശേഷമുള്ള നിലപാട്? രഞ്ജിത്ത്, കഴിഞ്ഞ കുറെ കാലങ്ങളായി കാസർഗോഡ് ജില്ല പ്രധാനമായും ചോദിക്കുന്നത് കേരളത്തിലല്ലേ കാസർഗോഡ് ജില്ല എന്ന ചോദ്യമാണ്. അത് തന്നെയാണ് ഇപ്പോൾ പുതുതായി അധികാരത്തിലേറ്റ VD സതീശൻ മന്ത്രിസഭയിലും സംഭവിച്ചിരിക്കുന്നത്. പ്രധാനമായും കാസർഗോഡ് ജില്ലയിൽ ഒരുപാട് ആരോഗ്യ മേഖലയായാലും അതുപോലെ തന്നെ ടൂറിസം മേഖലയായാലും ഒക്കെ വലിയ തോതിൽ പിന്നോക്കാവസ്ഥയിലാണ്. വലിയ അവഗണന നേരിടുന്നു എന്ന പരാതിയുണ്ട്. നമുക്കറിയാം, അതിവേഗ റെയിൽപാത പ്രഖ്യാപിച്ചപ്പോൾ അത് കണ്ണൂർ വരെ മാത്രം എന്ന രീതിയിലുള്ള പ്രഖ്യാപനം ഉണ്ടായപ്പോൾ വലിയ തോതിൽ പ്രതിഷേധം കാസർഗോഡ് ജില്ലയിൽ നിന്നും ഉയർന്നു വന്നതാണ്. ഏതായാലും ഇപ്പോൾ ഈ മന്ത്രിസഭയിൽ മഞ്ചേശ്വരത്ത് നിന്നും AK അഷ്റഫ് അവസാന പട്ടികയിൽ വരെ ഇടം പിടിച്ചതാണ്. പക്ഷെ അവസാന നിമിഷമാണ് അത് വെട്ടിമാറ്റുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ കാസർഗോഡ് ജില്ലയിൽ സ്വന്തമായ ഒരു മന്ത്രി ഇല്ലാതെ വീണ്ടും ഒരു മന്ത്രിസഭ കൂടി അധികാരത്തിൽ വരുന്നു എന്നാണ് ഏറ്റവും പ്രധാനം. ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ ഇത് സംബന്ധിച്ച് ക്യാമ്പയിനൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിൽ മന്ത്രി ഇല്ലാത്തതിനാൽ പ്രധാനമായും ഈ എൻഡോസൾഫാൻ സെൽ യോഗം ചേർന്നിട്ട് 3 വർഷമായിരിക്കുന്നു. അതായത് ഇത് മന്ത്രിയാണ് അതിന്റെ ചെയർമാനായി സാധാരണ ഉണ്ടാകാറുള്ളത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏറ്റവും ഒടുവിലായി E ചന്ദ്രശേഖരനായിരുന്നു എൻഡോസൾഫാൻ സെല്ലിന്റെ ചെയർമാൻ. അങ്ങനെ 3 വർഷമായി ഈ സെൽ യോഗം ചേരാത്തത് പല നിർണായക തീരുമാനങ്ങളും എടുക്കേണ്ടത് ആ യോഗത്തിലാണ്. അത്തരത്തിൽ സ്വന്തമായ ഒരു മന്ത്രി ഇല്ലാത്തതുകൊണ്ട് ജില്ല അനുഭവപ്പെടുന്നത് കഷ്ടപ്പാട് ചെറുതൊന്നുമല്ല. മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. അവിടെ കിടത്തി ചികിത്സ പോലും ആരംഭിച്ചിട്ടില്ല. അത്തരത്തിൽ നേരിട്ട് പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ MLA-മാർ നമുക്കറിയാം, ഇത്തവണ 4 MLA-മാരാണ് UDF-ന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ലഭിച്ചത്. എന്നിട്ടും ഒരു മന്ത്രിസ്ഥാനം നൽകാത്തതിൽ വലിയ പ്രതിഷേധമുണ്ട്. അത് എൻഡോസൾഫാൻ ദുരിതബാധ ഉൾപ്പെടെ പറയുന്നത് അതാണ്. VD സതീശൻ നേരത്തെ പ്രതിപക്ഷ നേതാവായിരിക്കെ വലിയ തോതിൽ പിന്തുണ ഈ എൻഡോസൾഫാൻ സമരത്തിനൊക്കെ പ്രഖ്യാപിച്ചതാണ്. അവർ വലിയ പ്രതീക്ഷയിലാണ് VD സതീശൻ സർക്കാർ അധികാരത്തിലേറുമ്പോൾ. പക്ഷെ അപ്പോഴും ഇവിടുത്തെ വിഷയങ്ങൾ നേരിട്ട് അവതരിപ്പിക്കാൻ അല്ലെങ്കിൽ മന്ത്രിസഭയിലൊക്കെ അവതരിപ്പിക്കാൻ ഒരാളില്ല, ഒരു അംഗമില്ല എന്ന വലിയ തോതിലുള്ള ഒരു പരാതിയാണ് അവർ ഉന്നയിക്കുന്നത്. എന്തായാലും ആ രീതിയിലുള്ള വലിയ ക്യാമ്പയിൻ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അപ്പോഴും ഇവർ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് കാര്യമായ ഒരു ഇടപെടൽ ഇത്തരത്തിൽ ഉണ്ടാകും. ഇനിയിപ്പോൾ സണ്ണി ജോസഫിനായിരിക്കും കാസർഗോഡ് ജില്ലയുടെ ചുമതല ഉണ്ടാവുക. അദ്ദേഹം മന്ത്രി കൂടിയാണ്. മന്ത്രി കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്. കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങൾ കൂടി നോക്കേണ്ടി വരും. അതോടൊപ്പം കാസർഗോഡ് ജില്ലയുടെ ചുമതല കൂടി നൽകുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നേരിട്ട് ഇടപെടേണ്ട പല പ്രശ്നങ്ങളിലും അതല്ലെങ്കിൽ അങ്ങനെ പങ്കെടുക്കേണ്ട പല മീറ്റിങ്ങുകളിലുമൊക്കെ മന്ത്രിയില്ലാതെ തുടരേണ്ട ഒരു സാഹചര്യം ജില്ലയ്ക്ക് ഉണ്ടാകും. അത് തന്നെയാണ് വലിയ തോതിൽ ഒരു ആക്ഷേപമായി വരുന്നത്. ഏതായാലും 2ാം ടേമിലും മുസ്ലിം ലീഗിന്റെ 2ാം ടേം മന്ത്രിസഭയിലും AK അഷ്റഫിന്റെ പേര് പരിഗണനയിൽ വന്നിട്ടില്ല. അതായത് 2 പതിറ്റാണ്ടായി ഒരു UDF സർക്കാരിൽ ഒരു മന്ത്രി കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിട്ട് അത് 2001-ലാണ് ചെർക്കളം അബ്ദുള്ള മഞ്ചേശ്വരത്ത് നിന്നും AK ആന്റണി മന്ത്രിസഭയിലെത്തുന്നത്. പിന്നീട് UDF സർക്കാർ അധികാരത്തിലേറി ഒരു മന്ത്രി പോലും കാസർഗോഡ് ജില്ലയ്ക്ക് അനുവദിച്ചിട്ടില്ല. ബൈജു ആണ് വിവരങ്ങൾ പങ്കുവച്ചത്. ആഭ്യന്തരമന്ത്രിയായി രമേശ് ചെന്നിത്തല ചുമതലയേൽക്കുമ്പോൾ കാത്തിരിക്കുന്ന വലിയ വെല്ലുവിളികൾ. മാനസിക സമ്മർദ്ദം മൂലം പോലീസുകാർ ആത്മഹത്യ ചെയ്യുന്നത് മുതൽ പോലീസ് വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണമില്ലാത്ത പ്രതിസന്ധി വരെയുള്ള സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ കാലത്ത് സേന കടന്നുപോയത്. പുതിയ ആഭ്യന്തരമന്ത്രിയിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് സേനയിൽ വലിയൊരു വിഭാഗം. VV വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, എല്ലാ മന്ത്രിമാർക്കും സാമ്പത്തിക പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തരണം ചെയ്യേണ്ടി വരും, സംശയമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ധനകാര്യം സതീശിൻ്റെ പക്കലാണ്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവ് എന്നാണ് പറയുന്നത്. അവിടെയാണ് പോലീസ് പോലെയുള്ള ഒരു വലിയ സേനയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടത്. ചെലവ് ചുരുക്കുമെന്ന് പറയുമ്പോൾ പോലീസ് സേനയിലും സമാനമായി തന്നെ ഇപ്പോൾ എസ്കോർട്ടും പൈലറ്റും അടക്കമുള്ള കാര്യങ്ങൾ വലിയ വ്യത്യാസമുണ്ടാകും. പിണറായിക്ക് പോയതുപോലെ വലിയ സന്നാഹങ്ങളൊന്നും പോകേണ്ടി വരില്ല. പക്ഷെ അപ്പോഴും പോലീസിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടി വരും നിരവധി.
രഞ്ജിത്ത്, തീർച്ചയായും ജനങ്ങളുമായി നേരിട്ട് ഇടപെടുന്ന ഒരു സേനാ വിഭാഗം അല്ലെങ്കിൽ സർക്കാരിൻ്റെ മുഖം എന്ന് പറയുമ്പോൾ അത് പോലീസിന് വലിയ പങ്കുണ്ട്. കാരണം പോലീസ് നയങ്ങൾ തീർച്ചയായും സർക്കാരിൻ്റെ പ്രതിച്ഛായയെ ബാധിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പോലീസ് എങ്ങനെ ഇടപെടുന്നു, ജനങ്ങളോട് എങ്ങനെ ഇടപെടുന്നു, ഈ ലഹരി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതിന്, ക്രമസമാധാന പാലനം ഉൾപ്പെടെയുള്ളവയിൽ പോലീസിൻ്റെ പ്രവർത്തനം എങ്ങനെ എന്നത് തീർച്ചയായും സർക്കാരിൻ്റെ പ്രോഗ്രസ് കാർഡിൽ ഒന്നാമതായി വരുന്ന വിഷയങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പോലീസുമായി ബന്ധപ്പെട്ട ചർച്ചകളും ഈ ഘട്ടത്തിൽ ഉയർന്നു വരുന്നത്. ഒന്ന്, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പോലീസ് സേനയിൽ സംഭവിച്ച ആത്മഹത്യകൾ, വലിയ തോതിലാണ് പോലീസ് ഉദ്യോഗസ്ഥർ ആത്മഹത്യ ചെയ്യുന്ന നിലയുണ്ടായത്. വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ ജീവനെടുക്കുന്ന നിലയിലേക്ക് പോകുന്നു. അവർക്ക് യോഗ ക്ലാസുകൾ സംഘടിപ്പിക്കുന്നു, മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിന് മറ്റ് ബോധവൽക്കരണ പരിപാടികൾ, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നു. പല DGPമാർ, മാറി മാറി വന്ന DGPമാർ അവധി നൽകണമെന്ന കാര്യം കൃത്യമായി അവരുടെ കുടുംബ ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് അവധികൾ നൽകാൻ യൂണിറ്റ് മേധാവിമാർ ശ്രമിക്കണമെന്ന നിർദ്ദേശം നൽകുന്നു. അത്തരത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ കൊണ്ടുവന്നുവെങ്കിലും അതിനൊക്കെ തന്നെ പരിഹാരമുണ്ടാകേണ്ടതുണ്ട്. മറ്റൊന്ന്, സേന നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി. ഇന്ധനം നിറയ്ക്കാൻ പോലും കഴിയാതെ പെട്രോൾ പമ്പുകളിൽ നിന്ന് യൂണിറ്റ് മേധാവിമാർ, അത് DYSPമാരോ അല്ലെങ്കിൽ SP മാരോ ഒക്കെ തന്നെ പമ്പുകളിൽ നിന്ന് കടം വാങ്ങണം, ഇന്ധനം കടം വാങ്ങണമെന്ന സർക്കുലർ പോലീസ് ആസ്ഥാനത്ത് തന്നെ ഇറക്കിയിരുന്നു. ഇത് പോലീസുകാരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നൊരു കാര്യമാണ്. കാരണം ഈ പമ്പുടമകൾ പലപ്പോഴും ക്വാറികൾ നടത്തുന്നവരായിരിക്കും, അവർക്ക് മറ്റ് ബിസിനസ്സുകൾ കാണും. അങ്ങനെ ഇവരുടെ പമ്പുകളിൽ നിന്ന് പെട്രോൾ കടം വാങ്ങേണ്ടി വന്നാൽ, ഡീസൽ കടം വാങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇവരുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് പോവുകയും അവർ ചെയ്യുന്ന മറ്റ് കാര്യങ്ങൾക്ക് നേരെ കണ്ണടക്കേണ്ടി വരികയും ചെയ്യും. ഇത് പോലീസുകാരെ അഴിമതിക്കാരാക്കും, അല്ലെങ്കിൽ അവർക്ക് കൃത്യമായി അവരുടെ കൃത്യനിർവഹണം നടത്താൻ കഴിയില്ല എന്ന നിലയിലേക്ക് അവരെ കൊണ്ടുചെന്നെത്തിക്കും. ഇത് ആത്മാഭിമാനത്തിന് ക്ഷതമേൽപ്പിക്കുന്ന കാര്യമാണെന്ന് പലകുറി ഈ അസോസിയേഷൻ നേതൃത്വം ഉൾപ്പെടെ സർക്കാരിനെ അറിയിച്ചിരുന്നു. അത്ര പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ടി വരും. വലിയ കടമ്പയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് മുന്നിലുള്ളത്. തൃശ്ശൂരിൽ മുഖ്യമന്ത്രിയുടെ തൂക്കം വരുന്ന കേക്ക് മുറിച്ച ആഘോഷം. UDF മന്ത്രിസഭ അധികാരത്തിൽ വന്നതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് മറ്റത്തൂർ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിപുലമായ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. VD സതീശന്റെ തൂക്കം വരുന്ന 67 കിലോ കേക്ക് മുറിച്ചുകൊണ്ടാണ് മറ്റത്തൂരിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. 5 മണിക്ക് തന്നെ നമ്മൾ മുറിക്കും. അപ്പോൾ എല്ലാം സൗദി ബാലന്റെ മരണവുമായി ബന്ധപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീം ഉടൻ നാട്ടിലെത്തിയേക്കും. 20 വർഷത്തെ തടവ് ശിക്ഷാ കാലാവധി ഇന്ന് അവസാനിക്കുകയാണ്. മരിച്ച ബാലന്റെ കുടുംബത്തിന് ദയാധനം നൽകി വധശിക്ഷ ഒഴിവാക്കിയിരുന്നു. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, വലിയ പ്രതീക്ഷയും വലിയ കാത്തിരിപ്പുമൊക്കെ ആയിരുന്നു. ഇപ്പോൾ ഒടുവിൽ ഇന്ന് അബ്ദുൾ റഹീം ജയിൽ മോചിതനാവുകയാണ്. നാട്ടിലെത്തുന്ന സമയമൊക്കെ ഏതാണ്ട് വീട്ടിൽ അറിയിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങളുടെ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള മലയാളികളുടെ ഒരു വലിയ ഒരു ദൗത്യം എന്ന രീതിയിൽ ഏറ്റെടുക്കപ്പെട്ടതായിരുന്നു റഹീമിന്റെ മോചനം. ഇതിനായി 34 കോടി രൂപയായിരുന്നു മരിച്ച സൗദി ബാലന്റെ കുടുംബം ദിയാദനമായി ചോദിച്ചത്. ആ പണം പൂർണ്ണമായും ക്രൗഡ് ഫണ്ടിങ്ങിലൂടെ സമാഹരിച്ച ശേഷമാണ് നിയമസഹായ വേദി അടക്കം നിയമ പോരാട്ടം നടത്തിയാണ് ഇത്തരത്തിലൊരു അനുകൂലമായ തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നത്. ഏതാണ്ട് 1 വർഷം മുമ്പ് പണം കൈമാറിയിരുന്നു, നിയമവിധേയമായി തന്നെ കൈമാറിയിരുന്നു. അതിനുശേഷം ഈ വധശിക്ഷയിൽ ഇളവ് നൽകിയെങ്കിലും സൗദിയിലെ പൊതു നിയമപ്രകാരം കൃത്യമായ ശിക്ഷ കാലം അനുഭവിക്കേണ്ടതുണ്ട്. ഗൂഢാലോചന കാര്യങ്ങളെ ശിക്ഷ അനുഭവിക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് 20 വർഷം തടവിൽ കഴിയണമെന്ന രീതിയിൽ വന്നത്. ഈ പണം അടയ്ക്കുമ്പോൾ തന്നെ ഏതാണ്ട് 19 കൊല്ലം ജയിലിനുള്ളിൽ ഇതിനകം അബ്ദുൾ റഹീം പൂർത്തിയാക്കിയിരുന്നു. ഇതിനുശേഷമാണ് ഇന്നിപ്പോൾ ശിക്ഷാ കാലാവധി അവസാനിക്കുന്നത്. ഇന്ന് ജയിലിൽ നിന്നും മോചിതനാവുമെങ്കിലും ജയിലിലെ തന്നെ ഈ നാട് കടത്തൽ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തെ മാറ്റും. അതിനുശേഷം എക്സിറ്റ് വിസ അടിച്ചാണ് അദ്ദേഹം പുറത്തേക്ക് വരുന്നത്. എന്തായാലും അദ്ദേഹത്തെ പുറത്തുകൊണ്ടുവരുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും സൗദിയിൽ പൂർത്തിയായി എന്നാണ് കഴിഞ്ഞ ദിവസം നിയമസഹായ വേദി അറിയിച്ചത്. അനീഷ്, കൊല്ലം കൊട്ടാരക്കരയിൽ ഭർത്തൃപിതാവ് യുവതിയുടെ കൈപ്പത്തി വെട്ടിമാറ്റി. കുടുംബ തർക്കത്തെ തുടർന്നാണ് സംഭവം. പ്രതി അലക്സാണ്ടർ അറസ്റ്റിലായി. വിനീഷ് ചേരുകയാണ്. വിനീഷ്, നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു അവസ്ഥയാണ്. കൈപ്പത്തി പൂർണ്ണമായും വെട്ടിമാറ്റി എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്താണ് സംഭവിച്ചത്?
ഇന്നത്തെ കഴിഞ്ഞ ദിവസമാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. കിഴക്കേത്തെരുവ് കൊട്ടാരക്കര കിഴക്കേത്തെരുവ് ഒരു കുടുംബത്തിലാണ് ഗൃഹനാഥൻ ഭാര്യയെ ആക്രമിച്ചു. തുടർന്നാണ് മരുമകൾ ജിൻസി ഇടയ്ക്ക്, അതായത് തടസ്സം പിടിക്കാനായിട്ട് കയറുകയായിരുന്നു. അപ്പോഴാണ് വക്കത്തി എടുത്ത് വെട്ടിയത്. ജിൻസിയുടെ കൈപ്പത്തി അറ്റുപോയ സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ മാതാവ് സാറാമയ്ക്കും വെട്ടേറ്റിട്ടുണ്ട്. ഇതുവരെയും കൊട്ടാരക്കരയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്നാണ് മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്കായിട്ട് മാറ്റിയിട്ടുണ്ട്. അലക്സാണ്ടർ 56 വയസ്സുള്ള അലക്സാണ്ടറെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. കൊട്ടാരക്കര പോലീസാണ്. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നമെന്നാണ് പ്രാഥമിക നിഗമനം. ഈ ഒരു അക്രമത്തിലേക്ക് നയിച്ചത് കുടുംബ പ്രശ്നമാണെന്നാണ്. എന്തായാലും പോലീസ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇരുവർക്കും വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രഞ്ജിത്ത്, ശരി. ഇന്ന് 1ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന വട്ടിയൂർക്കാവ് സ്വദേശികളായ അതുൽ ചന്ദ്രൻ, മിഥുൽ എന്നിവർക്ക് ആശംസകൾ നേരുന്നത് രാധാകൃഷ്ണനും ബിന്ദുവുമാണ്. അതുലിനും മിഥുലിനും ന്യൂസ് 18 കുടുംബത്തിൻ്റെയും എല്ലാ ആശംസകളും നേരുന്നു. എരുവപ്പെട്ടി പരിയാരം സ്വദേശി റിജോ തോമസിന്റെ പിറന്നാളാണ് ഇന്ന്. ആശംസകൾ നേരുന്നത് സുഹൃത്ത് സിജു. അപ്പോൾ ഇനി പോലീസ് പെട്രോൾ കാണാം. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.